പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവവചന ശ്രോതാക്കൾക്ക് കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ദൈവവചനം നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ദൈവവചനത്തോട് നമ്മൾ എങ്ങനെ സമീപിക്കണം, അല്ലെങ്കിൽ വചനം പഠിച്ച് എങ്ങനെയാണ് നമുക്ക് ആത്മീയ വർധന പ്രാപിക്കേണ്ടത്, ആ വിഷയം നമുക്ക് അല്പസമയം ധ്യാനിക്കാം. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ആത്മാവ് സംസാരിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കും. എഫെസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, ഇങ്ങനെ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ 7 സഭകൾക്കുള്ള ദൂതിൽ കർത്താവ് പറയുക, ആത്മാവ് സംസാരിക്കുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പം ഇവിടെ ഈ പ്രപഞ്ചത്തിലെ ശബ്ദങ്ങൾ കേൾക്കുവാൻ, മനുഷ്യനോട് സംസാരിക്കുന്ന കേൾക്കാൻ, കിളികളുടെ ശബ്ദം കേൾക്കുവാൻ, തിരമാലകളുടെ ശബ്ദം കേൾക്കുവാൻ, അല്ലെങ്കിൽ മറ്റ് ഇതര ശബ്ദങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഇതൊക്കെ കേൾക്കാനായിട്ട് മനുഷ്യൻ്റെ കാത് മതി, ഈ നമ്മുടെ സാധാരണ കാത് മതി. മാംസളമാകുന്ന കാതുകൊണ്ട് നമുക്ക് ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. പക്ഷേ ദൈവം ആത്മാവാകുന്നു, കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ചെവി വേണം എന്ന് പറഞ്ഞാൽ ആ ചെവിയെ നമ്മുടെ ഈ ഭൗതികമാകുന്ന ചെവിയല്ല ഉദ്ദേശിക്കുന്നത്. ആ ചെവി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആ ചെവി ശ്രദ്ധയാണ്. ദൈവവചനം കേൾക്കുവാൻ ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനം ശ്രദ്ധയോടെ കേൾക്കണം എന്നാണ് സദൃശ്യവാക്യം 4-ാം അധ്യായത്തിൽ കാണുന്നത്. നിങ്ങളോട് ഞാൻ സംസാരിക്കുന്ന ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കും. അപ്പം ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ ചെവി വേണമെന്ന് പറഞ്ഞാൽ അത് ചെവിയെ കാണിക്കുന്നത് ശ്രദ്ധയാണ് ചെവി എന്ന ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അപ്പം ഒരാളൊരു കാര്യം പറയുമ്പോൾ ഒരാൾ ശ്രദ്ധയോടെ കേൾക്കുക എന്ന് പറയുന്നത് അനുസരിക്കാൻ മനസ്സുള്ളവരെ കൊണ്ട് പറ്റും. അനുസരിക്കുക എന്ന അഡ്വാൻസായിട്ട് ഒരു മനോഭാവം, ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാൾക്ക് മാത്രമേ ശ്രദ്ധയോടെ മറ്റൊരാളുടെ വാക്ക് കേൾക്കാൻ കഴിയും. അപ്പം ദൈവത്തെ ഒരാൾ ശ്രദ്ധിച്ച് കേൾക്കുവാൻ, ശ്രദ്ധയോടെ കേൾക്കുവാൻ തുനിയുന്നെങ്കിൽ ഓർത്തോളം ആ വ്യക്തിക്ക് അനുസരിക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡുണ്ട്, ഒരു മനോഭാവമുണ്ട്. അനുസരണ മനോഭാവമുള്ള ആൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. ശ്രദ്ധ എന്നുള്ളത് വലിയ വിഷയമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനെ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കരുതാത്തതിനെ ശ്രദ്ധിക്കണം. നമ്മുടെ എബ്രായലേഖനം നമ്മൾ പഠിക്കുമ്പോൾ കണ്ടില്ലേ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശു ക്രിസ്തുവിനെ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കണം എന്ന് എബ്രായലേഖനം 12-ാം അധ്യായം വരും. എന്നാൽ എബ്രായലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമാകുന്ന യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ഈ കേൾവിയിലും കാഴ്ചയിലുമൊക്കെ ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. നമ്മൾ പലരും നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നില്ല, ഞാൻ നിങ്ങളുടെ മുമ്പ് കൂടെ പോയിട്ട് നിങ്ങൾ എന്നെ കണ്ടില്ലായിരുന്നു, എന്തോ നിങ്ങൾ മിണ്ടാതെ പോയിരുന്നു. അപ്പോൾ നമ്മൾ പരമാർത്ഥതയോടെ പറയും, ഞാൻ കണ്ടില്ല, നിങ്ങൾ എന്നെ കണ്ടായിരുന്നു, നിങ്ങൾ എന്നെ നോക്കിയല്ലോ. ശരിയാ, അവർക്ക് നോക്കിയപ്പോൾ നമ്മുടെ തല അങ്ങോട്ട് തിരിഞ്ഞു, നമ്മുടെ കണ്ണ് അവരുടെ നേർക്ക് തിരിഞ്ഞായിരുന്നു. പക്ഷെ നമുക്കത് കാണാൻ പറ്റും, നമ്മുടെ ഫ്രെയിമിലൂടെ അവരുടെ കാഴ്ച പോയെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ കേൾവിക്കാണെങ്കിലും കാഴ്ചയ്ക്കാണെങ്കിലും ശ്രദ്ധ വളരെ അവിഭാജ്യ ഘടകമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ യെശയ്യാ പ്രവചനം അതിൻ്റെ 42-ാം അധ്യായം അതിൻ്റെ 23-ൽ ഇങ്ങനെ കാണുന്നു, നിങ്ങളിൽ ആർ അതിന് ചെവി കൊടുക്കും, ഭാവി കാലത്തേക്ക് ആർ ശ്രദ്ധിച്ച് കേൾക്കും. ദൈവവചനം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ഭാവിയെക്കുറിച്ച് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ്റെ ഭാവി, പ്രപഞ്ചത്തിൻ്റെ ഭാവി, എല്ലാറ്റിൻ്റെയും ഭാവിയെക്കുറിച്ചുള്ള പരാമർശമാണ് നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത്. മനുഷ്യ പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് പാപമോചനത്തിലൂടെ അവരെ വീണ്ടും ദൈവിക ജീവനിലേക്ക് മടക്കി വരുത്തുന്ന ദൈവിക പദ്ധതി, ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ, അതെല്ലാം നമ്മൾ തിരുവെഴുത്തിലൂടെ കാണും. ദൈവത്തിൻ്റെ ഭാവികാല പദ്ധതികളെല്ലാം നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. അപ്പം
അതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങളിൽ ആർ അതിന് ചെവി ഒടുങ്ങും. ഭാവി കാലത്തേക്ക് ആർ ശ്രദ്ധിച്ചു കേൾക്കും. മരണവും മരണാനന്തര ജീവിതവും ഭാവിയല്ലേ. 1000 ആണ്ട് വാഴ്ച ഭാവിയാണ്. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും നമ്മുടെ ഭാവിയാണ്. പുതിയ യെരൂശലേം നമ്മുടെ ഭാവിയാണ്. പുതുലോക വ്യവസ്ഥകളെല്ലാം ഭാവിയാണ്. കർത്താവ് ഇനിയും മടങ്ങി വന്ന് നമ്മളെ ചേർക്കുകയും കർത്താവിനോടുകൂടെ നാം മഹത്വത്തിൽ വാഴുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഭാവിയാണ്. അതുകൊണ്ട് തന്നെ ഇതാ ഞാൻ വരുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മൾ അവൻ്റെ വരവിനെ ഭാവി സ്വഭാവത്തിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് പ്രത്യാശയുള്ളവർക്ക് മാത്രമേ ഭാവി കാലത്തെക്കുറിച്ച് പുഞ്ചിരി തൂകാൻ പറ്റൂ. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. അവൾ തൻ്റെ ഭാവി കാലം ഓർത്ത് പുഞ്ചിരി തൂകും. ഭാവി കാലത്തെക്കുറിച്ചുള്ള ഓർമ്മ, അതാണ് പ്രത്യാശ. ആ പ്രത്യാശയുടെ ഭാവി കാലത്തെക്കുറിച്ച് ശ്രദ്ധിച്ച് അതിനെ ധ്യാനിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കാൻ കഴിയൂ എന്ന് ദൈവവചനത്തിൽ നിന്ന് നാം കാണാൻ കഴിയും. അപ്പോൾ ആത്മാവ് സംസാരിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ചെവി ശ്രദ്ധയെ കാണിക്കുന്നു എന്നുള്ളതാണ്. 2 ദിനവൃത്താന്തം 33:10 യഹോവ മനശ്ശെയോടും അവൻ്റെ ജനത്തോടും സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. കണ്ടോ, യഹോവ സംസാരിച്ചു, ആത്മാവ് സംസാരിച്ചു നിന്ന് കേൾക്കാൻ മനശ്ശെയ്ക്കും അവൻ്റെ ജനത്തിനും എന്തില്ലായിരുന്നു? ചെവിയില്ലായിരുന്നു, അഥവാ ശ്രദ്ധ ഇല്ലായിരുന്നു. ദൈവശബ്ദം കേൾക്കുക. ദൈവം അവരോട് സംസാരിച്ചു, പക്ഷെ അവർക്കത് കേൾക്കാനുള്ള ശ്രദ്ധയില്ലായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യിരെമ്യാ പ്രവചനം 23-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എങ്ങനെ വചനം കേൾക്കണം കരുതണമെന്ന് 23-ന്റെ-18-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ കാണുന്നു: യഹോവയുടെ വചനം ദർശിച്ച് കേൾപ്പാൻ തക്കവണ്ണം അവൻ്റെ ആലോചന സഭയിൽ നിന്നവനാണ്. യഹോവയുടെ വചനം ദർശിച്ച് കേൾക്കണം. അപ്പോൾ ദർശനം എന്ന വാക്കിനകത്ത് കാണുക എന്നുള്ളതാണ്. ദർശനം കേൾക്കാനുള്ളതല്ല, കാണാനുള്ളത്. ദർശിച്ച് കേൾക്കണമെന്ന് പറഞ്ഞാൽ ആ ദൈവശബ്ദത്തിനകത്ത് നമുക്ക് കാണാനുള്ളതും ദൈവശബ്ദം നമുക്ക് കേൾക്കാനുള്ളതാണ്. ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് ശ്രദ്ധയോടെ നമ്മൾ ദൈവശബ്ദം കേട്ടാൽ നമുക്കവിടെ കേൾക്കാൻ മാത്രമല്ല, നമുക്കവിടെ കാണാനുള്ള ദർശനത്തിനുള്ള വകയും ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ദൈവശബ്ദം കേൾക്കാനുള്ള ശ്രദ്ധ ദൈവമക്കൾക്ക് വേണം. ഇന്ന് ഇല്ലാത്തൊരു കാര്യമാണ് ശ്രദ്ധയില്ലായ്മ. ഈ ആരോഗ്യമുള്ളൊരു ഹൃദയത്തിൻ്റെ ലക്ഷണമാണ് ശ്രദ്ധ. ആരോഗ്യമുള്ളൊരു ഹൃദയം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 11-ാം അധ്യായം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും. യേശുക്രിസ്തുവിനോടുള്ളൊരു ഏകാഗ്രത അത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്, ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. ഏകാഗ്രതയുള്ളൊരു ഹൃദയം. അപ്പോൾ യേശുക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോയി വഷളത്വത്തിലേക്ക് സഭ വ്യക്തികൾ വീണുപോകുന്നതിൻ്റെ കാരണം ശ്രദ്ധയില്ലായ്മയാണ്. ദൈവത്തെ ശ്രദ്ധിക്കാൻ സമയമില്ല, ദൈവവചനം ശ്രദ്ധിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ അവർ യേശുക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ട് വഷളത്വത്തിൽ വീണുപോകും. ശ്രദ്ധയിൽ നിന്നാണ് നമുക്ക് ഏകാഗ്രത ഉണ്ടാകും. ഇന്ന് പലപ്പോഴും ശ്രദ്ധയില്ലാത്തതുകൊണ്ട് ഏകാഗ്രത കിട്ടുന്നില്ല. ഏകാഗ്രത ഇല്ലാത്തത് കൊണ്ട് തന്നെ, യേശുക്രിസ്തുവിനോടുള്ള ഏകാഗ്രത ഇല്ലാത്തതുകൊണ്ട് തന്നെ പാപത്തിൻ്റെ ചതിക്കുഴിയിൽ വ്യക്തികൾ വീണ് വളരെ ദോഷഫലങ്ങളുള്ളവാകും. അതുകൊണ്ട് നമ്മൾ കൃത്യമായി ആത്മാവ് സംസാരിക്കുന്നത് കേൾപ്പാനുള്ള ചെവി ഉണ്ടാകണം, അഥവാ ശ്രദ്ധ ഉണ്ടാകണം, ഏകാഗ്രത ഉണ്ടാകണം. ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ അനുസരിക്കാൻ കഴിയൂ. അനുസരണ മനോഭാവത്തോടെ നമ്മൾ പ്രതികരിക്കുമ്പോഴാണ് ശ്രദ്ധ നമുക്കുണ്ടാകുന്നത്. ആ ശ്രദ്ധയിൽ നിന്നാണ് ഏകാഗ്രത ഉണ്ടാകുന്നത്. വളരെ ഗൗരവമായി കാണും. ഇന്ന് നമ്മുടെ സഭാ മീറ്റിങ്ങുകളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. സഭായോഗങ്ങളിലൊക്കെ ചെറുപ്പക്കാർ പലരും വന്നിരിക്കും. പലരും ബൈബിള് കൊണ്ടുവരുന്നില്ല. ചിലർ കൊണ്ടുവന്നാൽ തന്നെ തുറന്നു നോക്കുന്നില്ല. പലപ്പോഴും മൊബൈലിലാണ് അവരുടെ ശ്രദ്ധ. പാസ്റ്റർ നല്ല മെസ്സേജുകൾ പുൾപിറ്റിൽ നിന്നുകൊണ്ട് ജനത്തിന് കൊടുക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ല. യേശുക്രിസ്തു ആലയത്തിൽ നിന്നുകൊണ്ട് ദൈവവചനം പറയുമ്പോൾ കൃത്യമായിട്ട് കേൾവിക്കാരെല്ലാം അവനെ ശ്രദ്ധിച്ച് അവരുടെ കണ്ണ് അവങ്കൽ പതിഞ്ഞെന്നാണ് കിടക്കുന്നത്, പതിഞ്ഞ് നിൽക്കുന്ന. അത്രമാത്രം കണ്ണ് പതിയുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സീല് ഒരു പേപ്പറിൽ പതിയുന്നത് പോലെ അവരുടെ ദൃഷ്ടി യേശുക്രിസ്തുവിൽ പതിഞ്ഞിരുന്നു. അതാണ് ദർശിച്ച് കേൾക്കുക എന്നുള്ളത്. ദൈവശബ്ദം ദർശിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ശ്രദ്ധ കണ്ണിനും ശ്രദ്ധ കാതിനും ഉണ്ടായിരിക്കണം. അശ്രദ്ധയാണ് ദുരന്തങ്ങൾക്ക് മുഴുവൻ ഉണ്ടാകുന്നത്. പഴയ നിയമത്തിൽ കാണുന്ന ശൗലിൻ്റെ പരാജയത്തിന് മുൻപിൽ അശ്രദ്ധയായിരുന്നു, ശ്രദ്ധയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അനുസരണയില്ലായിരുന്നു. അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും ഉത്തമം.
ശ്രദ്ധയില്ലാത്തതുകൊണ്ട് തന്നെ അനുസരണയില്ല എന്നുള്ളതായിരുന്നു ശൗലിൻ്റെ പരാതി. എന്നാൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ച് അതനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അപ്പം ശ്രദ്ധയോടെ ദൈവവചനം കേൾക്കണം. 2, ദൈവവചനം കേട്ടാൽ മാത്രം പോലെ അനുസരിക്കണം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു, കേട്ടവനും കേൾപ്പിച്ചവനും പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ എന്നാണ് 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ കേട്ടവനും കേൾപ്പിച്ചവനും പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, കേട്ടവനും കേൾപ്പിച്ചവനെ കുറിച്ച് എഴുതിയാൽ പോലെ ഈ പ്രമാണിക്കുക എന്ന് പറയുന്നൊരു ഗ്രൂപ്പിനെ കുറിച്ച് അവിടെ പറയേണ്ട ആവശ്യമില്ലയോ? ഉണ്ടോ? കേൾക്കാത്തവരുണ്ട്, കേട്ടവരുണ്ട്. കേട്ടവനായാലും കേൾപ്പിച്ചവനായാലും പ്രമാണിക്കുക എന്നുള്ള തലത്തിലേക്ക് വരിക. അത് വചനത്തെ അനുസരണയുടെ ലോകത്തിൽ, നമ്മൾ വചനത്തിൻ്റെ അനുസരണയുടെ ലോകത്തിൽ എത്തുമ്പോഴാണ് പ്രമാണിക്കുക എന്ന പദം സഫലമാകുന്ന അവിടെയാണ്, ഫലകരമാകുന്ന അവിടെയാണ്. അപ്പം കേട്ടവനായാലും കേൾപ്പിച്ചവനായാലും പ്രമാണിക്കുക എന്ന തലത്തിൽ വന്നാലേ നമുക്ക് പ്രയോജനമുണ്ടാകും. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ 3 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയാണ്: കേട്ടവനും കേൾപ്പിച്ചവനും പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. എന്നാൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ പ്രവചനത്തിലെ പ്രമാണങ്ങളെ അല്ലെങ്കിൽ ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് കാണുന്നത്. വെളിപ്പാട് പുസ്തകം 22-ന്റെ 7-ാം വാക്യം. ഈ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 3 ഗ്രൂപ്പുകാർ 22-ാം അധ്യായത്തിൽ കാണുന്നില്ല. 22-ാം അധ്യായത്തിൽ 3 പേരിൽ ഒരു ഗ്രൂപ്പുകാരെ കാണും. 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ കേട്ടവനുണ്ട്, കേൾപ്പിച്ചവനുണ്ട്, പ്രമാണിക്കുന്നത്. 22-ന്റെ 7-ലേക്ക് വന്നപ്പോൾ കേട്ടവനുമില്ല, കേൾപ്പിച്ചവനുമില്ല, പ്രമാണിക്കുന്നവർ മാത്രമല്ല. അതിൻ്റെ അർത്ഥം ബൈബിൾ പ്രസംഗിച്ച എല്ലാവരും നരകത്തിൽ പോയെന്നല്ല. ബൈബിൾ കേട്ടവരെല്ലാം, തിരുവെടുത്ത് കേട്ടവർ, ദൈവവചനം കേട്ടവരെല്ലാം നരകത്തിൽ പോയെന്നോ കേൾപ്പിച്ചവരെല്ലാം പോയെന്നോ അല്ല. കേട്ടവനായാലും കേൾപ്പിച്ചവനായാലും പ്രസംഗിക്കുന്നവനായാലും പഠിപ്പിക്കുന്നവനായാലും ഈ ദൈവവചന പഠനം കേൾക്കുന്നവരായാലും പ്രസംഗം കേൾക്കുന്നവരായാലും ഒരുപോലെ അവരിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പ്രമാണിക്കുക എന്നുള്ള പ്രായോഗിക ഫലമാണ്. അതുകൊണ്ട് പ്രമാണിക്കുന്നവരാണ് ദൈവരാജ്യത്തിൽ എത്തുന്നത്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് കർത്താവിൻ്റെ അടുക്കൽ മുട്ടയിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിത്യജീവനെ പ്രാപിക്കേണ്ടത് എന്ത് ചെയ്യണം? കർത്താവ് പല പല കാര്യങ്ങൾ അവനോട് പറയുന്നു. അവൻ പറയുന്നത് അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ഉടനെ കർത്താവ് പറയുകയാണ്, നീ അത് എഴുതി വെച്ച് നീ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷെ ചെയ്താൽ ജീവിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 10-ന്റെ 28 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണുക, നീ പറഞ്ഞത് ശരി തന്നെ, നീ അത് ചെയ്ത് ജീവിക്കണം. അപ്പം നമ്മൾ ദൈവവചനം കേട്ടാൽ പോരാ, കേൾപ്പിച്ചാൽ പോരാ, അത് അനുസരിക്കണം. അനുസരിക്കുന്നവർക്കാണ് ജീവൻ എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കാണുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ 3 ഗ്രൂപ്പുകാരെ കുറിച്ച് പറയുന്നു. അത് ഭൂമിയിലാണ്. ഭൂമിയിൽ കേട്ടവരുണ്ട്, കേൾപ്പിച്ചവരുണ്ട്, പ്രമാണിക്കുന്നവരുണ്ട്. ആർക്കും ആരെയും ചോദ്യം ചെയ്യാൻ കഴിയില്ല. പക്ഷേ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം തൊട്ട് സ്വർഗത്തിൽ നടക്കുന്ന കാര്യമാണ്. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാട് രാജ്യത്വമേൽക്കുന്നു, കുഞ്ഞാടിൻ്റെ കല്യാണം. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1000 ആണ്ട് വാഴ്ച. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരൂശലേമും. 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതുലോക വ്യവസ്ഥ തന്നെയാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ക്രിസ്തുവിൽ ഒന്നായി തീരുന്ന കാലസമ്പൂർണതയിലെ ദൈവവ്യവസ്ഥ തന്നെയാണ് ഇവിടെ കാണുന്നത്. എന്നാൽ അവിടെ വരുമ്പോൾ ഭൂമിയിൽ വെച്ച് പ്രസംഗിച്ചവരും പ്രസംഗം കേട്ടവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവരെക്കുറിച്ചൊന്നും അല്ല ഇവിടെ പറയുന്നത്. 22-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ കേട്ടവൻ എന്നുള്ള ലേബലിലല്ല അറിയുന്നത്, കേൾപ്പിച്ചവൻ എന്നുള്ള ലേബലിലല്ല, പ്രമാണിക്കുക എന്ന പ്രായോഗിക അവസ്ഥയിലൂടെ ദൈവവചനം കേട്ട് അതനുസരിച്ചവരെ ചേർക്കുവാൻ കർത്താവ് വിവേകം കടന്നു. അതുകൊണ്ടാണ് മത്തായി 7-ാം അധ്യായത്തിലെ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കർത്താവ് വരുമ്പോൾ പറയുകയാണ്, ഈ വചനം കേട്ട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഈ വചനം കേട്ട് ചെയ്യണം, ചെയ്യാത്തവനല്ല. വചനം കേട്ടാൽ പോരാ, കേട്ട് ചെയ്യണമെന്ന്. വചനം കേട്ട് ചെയ്യാത്തവനെ കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിൽ കിടക്കുന്നത് അവൻ തന്നെത്താൻ ചതിക്കുന്നെന്ന്. വചനം കേട്ടിട്ട് തങ്ങളെ തന്നെ ചതിക്കുകയാണ്. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, ആഴക്കുഴിച്ചു പാറമേൽ അടിസ്ഥാനമുള്ള വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ. അവൻ്റെ വീടിൻ്റെ മേൽ വന്മഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, വെള്ളം പൊങ്ങി ആ വീടിൻ്റെ മേൽ അലച്ചു. വളരെ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ വചനം കേട്ട് ചെയ്യുന്നവൻ അതിൽ നിലനിന്നു. ആ പ്രശ്നത്തിൻ്റെ നടുവിൽ അവൻ പതറിപ്പോയില്ല. എന്നാൽ വചനം കേട്ട് ചെയ്യാത്തവനെ കുറിച്ച് തൊട്ടിപ്പുറത്ത് പറയുന്നു, അതേ പ്രതികൂലം ഉണ്ടായി, അവൻ്റെ വീഴ്ച വലിയതായിരുന്നു, അവൻ്റെ വീട് വീണുപോയി. ആ വീഴ്ച എത്ര വലിയത് എന്നാണ് കാണുന്നത്. അതുകൊണ്ട് വചനം കേട്ടിട്ട്, വചനം പ്രസംഗിച്ചിട്ട് അനുസരിക്കുന്നില്ല എങ്കിൽ
വചനം പഠിപ്പിച്ചിട്ട് അനുസരിക്കുന്നില്ല എങ്കിൽ, വചനം കേട്ടത് അനുസരണയോടെ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ വീഴ്ച വലിയ വീഴ്ചയാണ്. വചനം കേൾക്കാത്തവൻ്റെ തകർച്ചയേക്കാൾ, വചനം കേൾക്കാത്തവൻ്റെ ജീവിത പരാജയത്തേക്കാൾ വലുതാണ് വചനത്തിൻ്റെ മാർമീയ വശങ്ങൾ, അല്ലെങ്കിൽ വിജയത്തിൻ്റെ, ആത്മീയ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ കിട്ടിയിട്ട് അത് ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ തകർച്ചയും പരാജയവും ഏറ്റവും വലുത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വചനം കേൾക്കാതെ തകർന്നു പോകുന്നവരേക്കാൾ വലിയ തകർച്ചയായിരിക്കും വചനം കേട്ടിട്ട് അനുസരിക്കാതെ, അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ട് പ്രസംഗിച്ചിട്ട് പ്രായോഗികമാക്കാതെ ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിത പരാജയം. അതുകൊണ്ടാണല്ലോ പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞത്, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കും. പ്രിയമുള്ളവരെ, വചനം കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെടാനല്ല, നശിച്ചു പോകാനല്ല. പ്രസംഗിക്കുന്നവനും പ്രസംഗം കേൾക്കുന്നവനും പഠിപ്പിക്കുന്നവനും പഠനം കിട്ടുന്നവർക്കെല്ലാം വചനം ഒരുപോലെ അനുഗ്രഹവും അത് നിത്യമായ ജീവനിലേക്കും മഹത്വത്തിലേക്കും നമ്മളെ നയിക്കുന്നതാണ്. എന്നാൽ നമ്മൾ വചനം അനുസരിക്കും. 22 വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ 1-ാം അധ്യായത്തിലെ 3 ഗ്രൂപ്പുകാരിൽ ഒരാൾ മാത്രമേ ശേഷിക്കുന്നു. അതിൻ്റെ അർത്ഥം കേട്ടവനായാലും കേൾപ്പിച്ചവനായാലും, പ്രസംഗിച്ചവനായാലും പ്രസംഗം കേട്ടവനായാലും, പ്രമാണിക്കുക എന്നനുസരിക്കുക എന്ന തലത്തിലേക്ക് വരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ എത്താൻ കഴിയില്ല. വചനം കേട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിലെത്താൻ കഴിയൂ. 1-2 കാര്യങ്ങൾ വചനത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ആത്മാവ് സംസാരിക്കുന്നത് കേൾക്കാൻ ചെവി വേണം. ശ്രദ്ധയോടെ ദൈവവചനം കേൾക്കണം. ചെവി എന്നത് ശ്രദ്ധയെ കാണിക്കും. അതുപോലെ വചനം കേട്ട് ചെയ്യുന്നവർ അല്ല എങ്കിൽ അവർ തങ്ങളെ തന്നെ ചതിക്കുകയാണ്. അതുകൊണ്ട് വചന കേൾവി നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇനി നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട കാര്യം, വചനം വിശ്വാസമായി നമ്മുടെ അകത്ത് പരിണമിക്കണം. ഈ കാതുകൊണ്ട് കേട്ട് വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കണം. ഈ യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെഹെസ്കേൽ 3:10 അവൻ പിന്നെയും എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങളൊക്കെയും ചെവി കൊണ്ട് കേട്ട് ഹൃദയത്തിൽ കൈക്കൊള്ളണം. ചെവി കൊണ്ട് കേട്ട് ഹൃദയത്തിൽ ദൈവവചനം കൈക്കൊള്ളണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെവി കൊണ്ട് കേട്ട് ഹൃദയത്തിൽ കൈക്കൊള്ളുന്ന വചനം ഹൃദയത്തിൽ കടന്നാണ് അതിന് പരിണാമം സംഭവിക്കുക. ഈ വചനം കേട്ടിട്ട് പരിണമിക്കുന്നില്ല എങ്കിൽ, വിശ്വാസമായി പരിണമിക്കുന്നില്ല എങ്കിൽ വചന കേൾവി കൊണ്ട് ഉപകാരമില്ലെന്ന് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പം വചനം കേട്ടത് നമുക്ക് ഉപകാരമായി മാറണമെങ്കിൽ, എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്, അവർ വചനം കേട്ടെങ്കിലും കേട്ട വചനം വിശ്വാസമായി പരിണമിക്കാഞ്ഞതുകൊണ്ട് അവർക്ക് ലഭിച്ച വചനം ഉപകാരമായില്ല. അങ്ങനെ ഒരിക്കലുമായി തീരും. നമുക്ക് വചനം കിട്ടുന്നത് ഉപകാരത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് വചനം കേട്ടത് ഉപകാരമായി തീരണമെങ്കിൽ വചനം പരിണമിക്കണം. നമ്മുടെ ശരീരത്തിന് ഉദരത്തിൽ, വായിലൂടെ നമ്മുടെ ഉദരത്തിലെത്തുന്ന ഭക്ഷണം നമ്മുടെ ഉദരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡിനാൽ അതെന്ത് ചെയ്യുന്നു, ദഹിച്ചാണ് നമ്മുടെ ശരീരത്തിന് പോഷകമായി മാറുന്നത്. ഇതുപോലെ കേട്ട ദൈവവചനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിശ്വാസമായി പരിണമിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലെത്തി അത് ഉപകാരമായി തീരുന്നു. അതിനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ സമയം. കർത്താവേ, വചനം കേൾക്കുന്നത് അത് കാതിലൂടെ കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ കൃപ നൽകണമേ. വചനം കേൾക്കുമ്പോൾ അത് ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്ക കാത് അഥവാ ചെവി ഞങ്ങൾക്ക് നൽകണം. ആ ചെവി ആത്മാവിനെ കാണിക്കും, കാത് ആത്മാവിനെ കാണിക്കും. മനുഷ്യൻ്റെ ശബ്ദം കേൾക്കുവാൻ, ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് ഈ മാംസളമാകുന്ന കാത് മതി. എന്നാൽ ദൈവം ആത്മാവാകുന്നു, അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് ശ്രദ്ധയാണ് ആവശ്യം. പഴയ നിയമത്തിൽ കാണുന്ന ശൗലിൻ്റെ പരാജയത്തിൽ ഒരു കാരണം ശ്രദ്ധയില്ലായ്മയാണ്. ശ്രദ്ധയില്ലാത്തതുകൊണ്ട് തന്നെ അവന് അനുസരണയില്ല. ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ അനുസരിക്കാൻ കഴിയൂ. ശ്രദ്ധിക്കുന്ന ഒരു മനോഭാവമുള്ളവരുടെ ലക്ഷണമാണ് അനുസരണ മനോഭാവമുള്ളത്. ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ അനുസരിക്കാൻ കഴിയൂ. ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ യേശുക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് പോകാതെ വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയും. കർത്താവേ, പലപ്പോഴും ഞങ്ങൾക്ക് ശ്രദ്ധയില്ലായ്മ ദുരന്തങ്ങളിലും പോരായ്മകളിലും എത്തിക്കുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. വചനം കേട്ടത് ഉപകാരമായി തീരും. അത് വിശ്വാസമായി പരിണമിച്ച് ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ പോഷകമായി ആരോഗ്യമായി തീരട്ടെ. മഹത്വമെല്ലാം പിതാവിന് അർപ്പിക്കുന്ന യേശുക്രിസ്തുവിൻ നാമത്തിൽ.